സഹറ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾ കണ്ടിട്ട് കുറെ ദിവസമായി. സംഭവം എന്ന് വെച്ചാൽ കോളേജ് തുടങ്ങി, അതിന്റെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മുടെ വീഡിയോ ഒക്കെ കുറച്ച് ഡിലേ ആയിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നത്. അപ്പൊ എല്ലാവരും എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പൊ നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും വീഡിയോ ഒക്കെ ചെയ്ത് റീച്ച് ആക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുവാണ്, അല്ല എന്തോ ചെയ്യാൻ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ബിഗ് ബോസിനെ കുറിച്ചാണ്. ബിഗ് ബോസിനകത്തോട്ട് നമുക്ക് കയറണമെങ്കിൽ നമ്മുടെ തലച്ചോറ് നമുക്ക് ഊരി വെച്ചിട്ട് വേണം കയറാൻ. ശകല വിവരമുള്ള ആരെങ്കിലും അതിനകത്ത് ഇരിപ്പുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ പിന്നെ പുതിയ പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. രേണുസുതി വന്നിട്ടുണ്ട്. രേണുസുതി ഇന്ന് നമ്മുടെ ടോപ്പിക് അത് തന്നെ. അപ്പൊ ബിഗ് ബോസിന്റെ വീഡിയോ ആണ്. ഇപ്പൊ തന്നെ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്തേക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ അതിന്റെ അടുത്തൊരു ബെല്ല് വരും, അതുകൊണ്ട് ഞങ്ങൾക്ക് ഓളാക്കി വെച്ചേക്കാം. കാരണം നമ്മൾ ഇനി 12K സബ്സ്ക്രൈബേഴ്സിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ബട്ടനെല്ലാം അടിച്ച് പൊട്ടിച്ചേക്കുക. അപ്പൊ വീഡിയോ കണ്ടുപിടിക്കുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് തന്നെ വീഡിയോയിലോട്ട് പോകാം. ഇതെല്ലാരും ഉണ്ട്. ഇത് ബിഗ് ബോസ് തന്നെയാണ്. ഇത് റെഡ് കളർ ടീഷർട്ട് ഇട്ടുകൊണ്ട് നിൽക്കുന്ന ആരാ? രേണുസുതിയാണോ? അപ്പൊ ഈ വീഡിയോ ഒക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്ന ഡാൻസർ ആയിട്ടുള്ള രേണുസുതിയാണ്. നോക്കാം പുള്ളിക്കാരുടെ ഡാൻസ്. എവിടെ ചെന്ന ഈ സ്റ്റെപ്പ് എല്ലാം കൂടെ പഠിക്കുന്നത്? ഒരുപാട് ഈർക്കൽ കിടന്ന് ഡാൻസ് കളിക്കുന്നവരുണ്ട്. എന്തായാലും ഇതുപോലെ ഡെയിലി കിടന്ന ഡാൻസ് കളിച്ചാൽ നല്ലതായിരുന്നു, കണ്ടന്റ് ആയിരുന്നല്ലോ. അതാ പറഞ്ഞ നമ്മുടെ തലച്ചോറ് അങ്ങോട്ട് ഊരി വെച്ചിട്ട് ബിഗ് ബോസിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാരും ശ്രദ്ധിക്കും. ഇതുപോലെ ബിഗ് ബോസ് ഹൗസിലെ തലവേദന രേണുസുതിയാണ്. ഇതെല്ലാം കേൾക്കുന്ന രേണുസുതിയുടെ തലവേദന അങ്ങ് ഇപ്പൊ എവറസ്റ്റിനെ മണ്ടയ്ക്ക് ഇരിക്കുക. 100 പേരെ ഒറ്റപ്പെടുത്തി കളിയാക്കി ചിരിച്ചാലോ, അല്ലെങ്കിൽ 100 പേരെ ഒറ്റപ്പെടുത്തി എന്നെയൊക്കെ പറഞ്ഞാലും ഫ്ലവർ അല്ലടാ, ഫയർ ആടാ. ഇപ്പൊ ഈ ഫയറിനെ എല്ലാരും കൂടെ ഇപ്പൊ പിടിച്ച് വരഞ്ഞോണ്ടിരിക്കുക. അത് ഓരോ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിന്ന് വ്യക്തമായിട്ട് കാണാൻ ഒക്കും. പിന്നെ കമന്റ് ഇടുന്ന ആൾക്കാരെ കുറ്റം പറഞ്ഞതിനും കാര്യമില്ല, അവർ പറയുന്നതിനും കാര്യമുണ്ട്. ഈ രേണുസുതിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ആലോചിച്ചു. നമ്മുടെ പ്രതീക്ഷയായിട്ടായി കണ്ടിട്ട് കുറെ നാളായല്ലോ. പുള്ളിക്കാരനെ ഇപ്പൊ റീൽസിലും കാണാനില്ല, ഇൻസ്റ്റയിലും കാണാനില്ല, എവിടെയും കാണാനില്ല. രേണുസുതി ഇപ്പൊ ബിഗ് ബോസിൽ വന്നപ്പോ പിന്നെ പുള്ളിക്കാരൻ ഒറ്റയ്ക്കാ. ഹായ് നമസ്കാരം, ഞാൻ രേണുസുതിയാണ്. എൻ്റെ മനസാക്ഷിക്ക് വിരോധമായിട്ട് ഒന്നും ഞാൻ ചെയ്യില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് കളിക്കാൻ. സോ പാട്ട് കേൾക്കുമ്പോൾ എന്തായാലും ഓടിപ്പോയി ചെന്ന് ഡാൻസ് കളിച്ചിരിക്കും. അത് ശരിയാ, പാട്ട് എവിടെ വെച്ചാലും അവിടെ ഓടിച്ചെന്ന് ഡാൻസ് കളിക്കുക. ഞങ്ങൾ കണ്ടായിരുന്നു കുറച്ചു മുമ്പ്. അതിനെക്കാട്ടും അല്ല മറ്റേ കുടുംബശ്രീ അമ്മച്ചിമാരുടെ കൊടകുത്തു മത്സരമായിരുന്നു. ഉച്ചയായിരിക്കും, വൈകുന്നേരം രാത്രിയായിരിക്കും. ആ ഇരിക്കുന്ന ഏത് ടീമാണെന്നറിയാവോ? ദീപം കുടുംബശ്രീ. ഒരുമാതിരി മറ്റേ 5 മണിക്ക് മറ്റേ കുടുംബശ്രീ അമ്മച്ചി വരെല്ലാം കൂടെ ഒത്തുകൂടുന്ന പോലെ വന്ന് ഇരിപ്പുണ്ട്. എല്ലാം കൂടെ എന്തോ പറയാൻ വന്നിരിക്കുക. നീ എന്നാ രേണു ചേച്ചിയുടെ കാലിരിക്കുന്ന ഈച്ചയെ പിടിച്ചങ്ങ് തിന്ന്. പറ്റുമെങ്കിൽ കാലം കൂടെ കഴിക്കൂടങ്ങ്. ചുമ്മാ എന്തോ പറയാനാ. ഒരു ഈച്ച വന്ന പ്രശ്നം, ഒരു ഉറുമ്പ് വന്ന പ്രശ്നം. അടി ഇതെല്ലാം എന്തിനാടാ ഞങ്ങളോട് ഒന്ന് പറയുന്നത്? ഇല്ലാതെ ബിഗ് ബോസ് കാണാൻ വന്ന ഇത് കാണുന്നവന്റെ അവസ്ഥ കുറച്ച് ദയനീയം തന്നെ. ഒരു പുതിയ ഒരു കല്യാണം കഴിച്ചൊരു വീട്ടിലോട്ട് പോവാം. സാഹചര്യം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പെരുമാറുന്നത്. സാഹചര്യം മനസ്സിലാക്കിയിട്ട് വേണം പെരുമാറാൻ. പക്ഷെ ഈ രേണു ചേച്ചിക്ക് സാഹചര്യം മനസ്സിലാക്കാതെ പെരുമാറാൻ പറ്റും എവിടെ ചെന്നാലും. നമ്മൾ എല്ലാരും കണ്ടു കാണും. കുറെ റീലൊക്കെ ഇപ്പൊ ഇറങ്ങിയായിരുന്നു, അതൊക്കെ എന്തായാലും കണ്ടു കാണും. ബിഗ് ബോസ് ഹൗസ് അല്ലേ? അത് ബിഗ് ബോസ് വീടല്ല, പ്രാന്താലെ ഒരു കൂട്ടം പ്രാന്തുള്ള മനുഷ്യരാണ് അതിനകത്ത് ഇരിക്കുന്നത്. കണ്ടോ, വന്ന ഉടനെ എല്ലാത്തിനെയും പരിചയപ്പെട്ടു. ഇനി ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ പിന്നെ എന്തോ ചെയ്യും? നാണക്കേടാവത്തില്ലയോ? അവിടെ ചേച്ചി എന്തോ ചെയ്യുന്നത്? നേരത്തെ എല്ലായിടത്തും ചെന്നങ്ങ് പരിചയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കൊള്ളാം. എടാ എന്താണ് നിനക്ക്? ചേച്ചി വേറെ മൂഡിലാണോ? ഞാനോർത്ത് നീ ഫിൽറ്റർ ആയിരിക്കും കേട്ടോ. നീ ഇത്ര സുന്ദരനായിരുന്നോടോ? ഞാൻ കുറച്ചൊരു ഷൈ ആണ് ആക്ച്വലി. ഫസ്റ്റ് ഡേറ്റ് ആണ്. എങ്ങനെയാണ് ഇതുപോലെ ഒന്നൊക്കെ അഭിനയിക്കാൻ പറ്റുന്നത് നിനക്കൊക്കെ? ഒന്നും ആ പ്രതീക്ഷയായിട്ടായി കാണണം. അവനിരുന്ന് മോങ്ങ് വരുന്നത്. ഇപ്പൊ ഒന്നാമതെ അവൻ മോങ്ങി ഇരിക്കുക. കാരണം റീലിനകത്ത് രേണു ചേച്ചി ഇല്ലല്ലോ, ബിഗ് ബോസിനകത്തോട് കയറിയില്ലയോ. അതിൽ പിന്നെ അവനെ കാണാൻ പോലും ഇല്ല ഏരിയയിലൊന്നും. ഞാനൊരു വൺ വുമൻ മാനാണ്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ട ഞാൻ അവളുടെ പുറകെ എപ്പോഴും ആയിരിക്കുള്ളൂ. അതെ. എന്തായാലും കൊള്ളാം. നിങ്ങളുടെ ഡ്രാമ കണ്ടുപിടിക്കാൻ നല്ല രസമുണ്ട്. പ്രതീക്ഷിന് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കത്തില്ലായിരിക്കും കണ്ടു കഴിഞ്ഞാൽ. നമസ്കാരം. വെൽക്കം. ലാലേട്ടൻ വന്ന് വലിയ കാര്യത്തിൽ രേണുസുതിയുടെ അടുത്ത് വെൽക്കം പറഞ്ഞു. പക്ഷെ തിരിച്ചങ്ങോട്ട് വെൽക്കം പറയുന്നിരുന്നു. കാണിക്കുന്ന വിവരക്കേട്, പറയുന്ന വിവരക്കേട്, അതാണ് രേണുസുതി.
അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ എത്ര ഉള്ളൂ ഷോർട്ടായി പോയെന്ന് എനിക്ക് നല്ലോണം അറിയാം. കാരണം വെച്ചാൽ കുറെ ദിവസം വീഡിയോ ഇട്ടാണ്, അതുകൊണ്ട് ആ ഒരു ടച്ച് ഇപ്പൊ എന്തായാലും പോയി നിൽക്കുവാണ്. എന്തായാലും നമ്മൾ പഴയ പോലെ എന്തായാലും തിരിച്ചു വരുന്നതായിരിക്കും. അപ്പൊ ഇപ്പൊ തന്നെ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. അതിൻ്റെ അടുത്തൊരു ബെല്ല് വരെ അതുകൊണ്ട് ചെക്ക് ചെയ്ത് ഓളാക്കി വെച്ചിട്ട് നമ്മുടെ ഇൻസ്റ്റാ ഫോളോ ചെയ്ത ഒത്തിരി ആൾക്കാരുണ്ട്. എല്ലാവരും ചെന്ന് ഇൻസ്റ്റാ ഫോളോ ചെയ്യുക, താഴെ ലിങ്ക് കാണും. വെരി സോറി കേസ്, ഞാൻ കുറേ തിരക്കായിരുന്നു ഈ അടുത്ത്, അതുകൊണ്ട് അത് വീഡിയോ ഒന്നും പറയാം. ഏകദേശം 10 ദിവസത്തിൽ കൂടെ വീഡിയോ ഇട്ട്. അതുകൊണ്ട് എല്ലാവരും അടുത്ത വീഡിയോക്ക് വേണ്ടി എന്തായാലും വെയിറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനല്ലേ ഇടേണ്ടത്, എന്തായാലും പെട്ടെന്ന് തന്നെ വരും. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം.